എടാ ഞാൻ അവളോട് പറയാൻ പോവാ ഇഷ്ടം. ആരോട് ഇഷ്ടമെന്ന് പറയാൻ പോണു? എന്റെ കടയിൽ വരാറില്ലേ ആ പെടിനോട്? അങ്ങനെ തോന്നലുണ്ടെങ്കിൽ വൈകണ്ട, ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നെ ഒരു കാര്യം, അവൾ ഇഷ്ടമല്ലെന്നെങ്ങാനും പറഞ്ഞ കരഞ്ഞോണ്ട് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കരയാനോ? ഞാനോ? എന്റെ പട്ടി കരയും. ഓ ഇവൻ ആ പൊറോട്ട തീരക്കാരിന് ഇഷ്ടമെന്ന് പറയാൻ പോകുന്നു. ഒറ്റയ്ക്ക് പോയാ മതി. അന്ന് അവളുടെ വീട് തപ്പി പോട്ടെ, ഏറെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഭാഗ്യം പരീക്ഷിക്കാൻ ഞാനില്ല. ഞാനും. എടാ മറ്റവനെ ഇപ്പൊ പോകുന്ന കാര്യമല്ല പറയുന്നേ. പിന്നെ ഇനി അവളെ കാണുമ്പോ ഞാൻ പറയും എനിക്ക് തന്നെ ഇഷ്ടമാണ്. മിടുക്കൻ, അത് പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ നീ നിന്റെ അവിഞ്ഞ ലുക്ക് ഒന്ന് മാറ്റണം. എടാ അവള് നിന്നെ കയ്യിൽ കൊടുത്തല്ലേ കണ്ടിട്ടുള്ളൂ, അതും പൊടിയും കറയും പിടിച്ചിട്ട്. നിന്റെ യഥാർത്ഥ സൗന്ദര്യം അവള് തിരിച്ചറിയണം. അല്ല അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ലുക്കിലാണ് കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത്. നീ കുറച്ച് ഷർട്ട്, ജീൻസ്, ഷൂ, കൂളിംഗ് ഗ്ലാസ്, മനസ്സിലായ? നിന്റെ സൗന്ദര്യം കണ്ട് അവള് ഞെട്ടണം. ചേട്ടാ ആ ഓട്ടോയിൽ പോയി പെണ്ണല്ലേ അവൾ എന്നാ ചോദിച്ചേ? ഞാനേ 500 പറഞ്ഞപ്പോ അവൾക്ക് 1000 വേണമെന്ന്. ഞാൻ 100 രൂപ ഇച്ചിരി പോണ ആളാ. പിന്നല്ലേ ആ വന്നു വന്ന് മോനെ പടാ ചവിട്ടി പൊളിക്കണ്ട, വരുവാ. ആ വന്നു വന്നു. ഇത് പൊളിക്കൂ. നല്ല പൂസാണല്ലോ. ശരിക്കും കേട്ടിട്ടുണ്ടല്ലേ? എങ്ങനെ ഇവിടെ എത്തി? കയ്യില് 10ന്റെ കാശൊന്ന് അപ്പ തീർത്തണം. മേടിച്ച് കൂട്ടിയല്ലോ. അതെ, പുതിയ ഷർട്ട്, പുതിയ ജീൻസ്, പുതിയ ചെരുപ്പ്, ഷൂ എല്ലാം മേടിച്ചളിയാ. ചെത്ത് പയ്യനാവണ്ടേ? പിന്നെ അതേ കുപ്പി, അതിൽ പകുതി ഞാൻ തീർത്തു, പകുതി നിങ്ങൾക്കുള്ളതാ. ടച്ചിങ്സ് മേടിച്ചില്ലേ? സന്തോഷം. വന്ന ആഘോഷമാണല്ലോ അളിയാ. അതെ, എനിക്കിന്നൊരു മണ്ടതരം പറ്റി, അതിന്റെ ആഘോഷ. മണ്ടത്തരും തെളിച്ചു പറടാ. അറിയാം. എന്നാ പറ. പറയാമേ. ഞാൻ സ്നേഹിച്ച എന്റെ കാമുകി അവളുടെ മുമ്പിൽ ലുക്ക് വേണ്ടേ? വേണ്ടേ? വേണം. അവളുടെ സ്നേഹം കിട്ടാൻ 3000 രൂപയുടെ സാധനങ്ങൾ, പാന്റ്, ഷർട്ട്, ഷഡ്ഡി എല്ലാം. ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാ അളിയ ഞാൻ അറിയുന്നേ, അവളുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ വെറും 1000 രൂപ ഉള്ളൂന്നേ. എന്റെ 3000 ഞാനാരായി? ഞാനാരായി? മണ്ടൻ, അരമണ്ടൻ. അതിന്റെ ആഘോഷമല്ലേ ഇത്? നീ എന്നെ പറയുന്നേ സത്യമാണോ? തെളിയാ.
അവള് ഇരുന്നളിയാ അവളെ അല്ലേ ഞാൻ സ്നേഹിച്ചു. സ്നേഹിച്ച മഹാൻ, സ്നേഹിച്ച മഹാൻ. നീ പറയുന്ന ഉള്ളതാണ്. പിന്നല്ലാതെ 1000 രൂപ പറഞ്ഞവരുടെ കൂടെ അവള് ഓട്ടോ കയറുമ്പോ ഞാൻ എന്നെ കണ്ടോണ്ട് കണ്ടതാണ്. പോട്ടടാ, ഇതിലിപ്പോ ഇത്ര ഫീൽ ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. നീയാണോ തമ്മിൽ പ്രേമൊന്നും ഇല്ലായിരുന്നല്ലോ. വല്ലപ്പോഴും ഒന്ന് ചിരിച്ചു കാണിക്കും, നമ്മളൊന്ന് മുട്ട് നോക്കി, അത്രേ ഉള്ളൂ. പിടിച്ചു കിടത്താ. പിടിച്ചോ പിടിച്ചോ. ആകെ നാശകോടാലിയാക്കി. ഇതിനാണ് പിള്ളേർ ചെറുപ്പം തൊട്ടേ ലൈൻ അടിച്ചും പൊട്ടിച്ചും വളരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പൊട്ടുമ്പോഴേക്കും വെള്ളവടിയായി, ആത്മഹത്യയായി. അല്ല ഇനി എന്ത് ചെയ്യും? എന്ത് കുറെ ദിവസം ഇങ്ങനെ പോവും, പറയുമ്പോ തന്നെ ലെവലായിക്കോളൂ. ഇത് ഇപ്പോഴെങ്കിലും അറിഞ്ഞാ നന്നായി. അതെ, 1000 രൂപ കിട്ടുന്ന സാധനത്തിന് 3000 മുടക്കിട്ട് വന്ന മണ്ടൻ. അല്ല, അവൻ നേരം വിളിപ്പിച്ചു, നമുക്ക് വിളിപ്പിക്കണ്ടേ? ഒഴിച്ചുണ്ടോ ആളാവൂ. കലാസ്നേഹികളെ, ഇത് പ്രണയിച്ച ഒരു പാവം പൊറോട്ട അടിക്കാരന്റെ കഥന കഥ. കഥയുടെ പേര് വെടിമരുന്ന് മടുക്കുന്ന പൊറോട്ട. മാത്താച്ചൻ സാറിന്റെ വീട് ഇതല്ലേ? മാത്താച്ചൻ സാറിന്റെ വീട് ഇത് തന്നെയല്ലേ? വരുന്ന വിവരം ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനാണ് മാത്തച്ഛൻ. അച്ഛാ നമസ്കാരം. ഞാൻ കുമാർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇത് എന്റെ ഭാര്യ ദേവ്ജാനി. നമസ്കാരം. നിങ്ങളുടെ പഴയ മുതലാളി ഗോപാലകൃഷ്ണൻ എന്റെ അടുത്ത സുഹൃത്താ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൗകര്യങ്ങൾ കുറവാ, പക്ഷേ ഈ ചുറ്റുവട്ടത്തെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോ വാടകയും കുറവാ. സ്വദേശം ബംഗാളാണല്ലേ? അതെ അതെ. കേരളത്തിലെത്തിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഓ, മലയാളം എനിക്കറിയാം. ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. കേട്ടാ മനസ്സിലാവും. പുതിയ ജോലി വല്ലതും? ഇല്ല, നോക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം ശരിയാവും. വരൂ, വീട് ഞാൻ കാണിച്ചു തരാം. ഓ, സാധനങ്ങൾ ഇറക്കാനുണ്ടല്ലേ? ഇത് ജോപ്പൻ, ഇവിടെ താമസക്കാരനാ. വേറെ 2 പേരും കൂടി ഉണ്ട്. പുതിയ വാടകക്കാരാ, ബംഗാളികളാ. നമ്മുടെ നമ്പീശൻ ചേട്ടൻ മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ. ഒന്നിങ്ങോട്ട് വാ, സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്ക്. ഞാൻ നിങ്ങളെ ഇറക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ പറഞ്ഞല്ലോ, സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. പാചകം സ്റ്റൗലായിരിക്കും അല്ലേ? അത് ഇവിടെ ആകാം. ഇത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ അപ്പുറത്തെ മുറിയിലാ ഞാൻ പറഞ്ഞ 3 ചെറുപ്പക്കാർ താമസിക്കുന്നത്. വരൂ. കുറച്ച് ചെലന്തി വലയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചാൽ ശരിയാവും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ലിസിയോട് പറഞ്ഞാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ വരും അവള് പരിചയപ്പെടാൻ. ബാത്റൂം ഇവിടെ തന്നെയുണ്ട്, കോമണ. എടാ സിബി, ഒന്ന് കണ്ടു വന്നേ. ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരായി, പുതിയ താമസക്കാരാ, ബംഗാളി സ്വദേശികളാ. ഇത് കുമാർ, ഭാര്യ ദേവയാനി. ഇത് സിബി, അപ്പുറത്തെ മുറിയിലെ. ഇനി ഒരാൾ കൂടെ ഉണ്ട്. വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒന്ന് ഇറക്കാൻ സഹായിക്കടാ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. আমি ওইদিকে যাচ্ছি। ঠিক আছে, গিয়ে এসো। മലരെ നിന്നെ കാണാതിരുന്ന് കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലര്? ഇല്ല.
നീ അങ്ങോട്ട് ഈ ചാക്കും എടാ, കസേരയൊക്കെ നീ ഇട്ട്- അറിഞ്ഞില്ലേ ഏ? എടാ നമ്പീശാന്റെ മുറിയിൽ പുതിയ താമസക്കാരൻ വന്നടാ. അതെ ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഓ അത് അളിയാ, ശരി. ഭാര്യയെ കാണണം. മുറ്റ ഒരു സാരിയെ കൊടുത്തിട്ടാണോ ആ കക്കൂസിന്ന് വരുമ്പോ കണ്ട് എന്നാ കണ്ട് ഞാൻ കക്കൂസിന്ന് വരുമ്പോ അവരെ കണ്ടെന്നു. എന്ത് എടാ കക്കൂസിന്ന് കണ്ടെന്നു. ഛേ, നീ ചെന്ന് സാധനം ഇറക്കാൻ എപ്പോ സഹായിക്ക്. സഹായിച്ചെന്ന് ചോദിച്ചാ മതി. ദേവയാനി എന്നാണല്ലേ പേര്? അല്ല ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? বেঙ্গলের দীঘা প্রদেশের কুঞ্জুগ্রাম। আর তোমার ഏ, তোমার എന്നാ তোমার বাড়ি ഇല്ല 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 ഭാരത് മാതയ്ക്ക് ജയ് ഹേ. ദണ്ഡാപാനി മത് കരോ. അപ്പൊ പിന്നെ കാണാം അല്ലേ?